രജി സാർ നമസ്കാരം. താങ്കൾ ഒരു ദീർഘമായിട്ടുള്ള ഒരു യാത്ര അർമേനിയ, തായ്വാൻ ഒക്കെ സഞ്ചരിച്ചിട്ട് വന്നിരിക്കുകയാണ്. അതിനുശേഷം ഗുരുവായൂരൊരു സമ്മേളനം നടത്തി ഗംഭീരമായി. ഇപ്പോ നമ്മൾ ഒരു എപ്പിസോഡിൽ അർമേനിയയിൽ താങ്കൾ പോയതിന്റെ വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് താങ്കൾ ഷെയർ ചെയ്തു. അത് അതിഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസും താങ്കൾ അവിടെ അർമേനിയയിൽ മുരുക ഭഗവാന്റെ ചിത്രം കൊണ്ടുപോയത് അത് ഇറാഖിലേക്ക് എങ്ങനെയാണ് കൊടുത്തയച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. തായ്വാനിലേക്ക് അതിനുശേഷം താങ്കൾ പോയിട്ടുണ്ട്. തായ്വാനിലേക്ക് പോകാനുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ഏർജ് അത് എങ്ങനെയാണ് വന്നത്? മുരുക ഭഗവാൻ എന്തിനാണ് താങ്കളെ തായ്വാനിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ പോകാനായിട്ട് പറഞ്ഞത് എന്ന്, അതെന്താണ് അതിന്റെ കാരണമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത് ബേസിക്കലി? നമ്മളിപ്പോ അങ്ങ് പറഞ്ഞ പോലെ അർമേനിയ, തായ്വാൻ, അതായത് ഗുരുവായൂർ പ്രോഗ്രാം. ഇത് ഗുരുവായൂർ ഗംഭീര പ്രോഗ്രാം, ഒരു 6000-നും അധികം ആൾക്കാർ പങ്കെടുത്ത പ്രോഗ്രാം നടന്നു അവസാനിച്ച് അതിന് തൊട്ട് മുമ്പാണ് തായ്വാനിലേക്ക് പോയത്. തായ്വാൻ പോവാൻ 2-3 കാര്യങ്ങൾ വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ മുരുകവാന്റെ 6 പടവീടനെ കുറിച്ച് അറിയാം. തമിഴ്നാട്ടിലെ 6 ക്ഷേത്രങ്ങളാണ്. 6 പട എന്നാണ് പറയുന്നത്. 6 ആർമി ക്യാമ്പാണ് ശരിക്കും. അത് നമ്മൾ ഏത് ദൈവത്തിനെ കുറിച്ചിട്ട്, അമ്പലങ്ങളെ കുറിച്ച് അത് പറയില്ല. പടവീട് എന്ന് പറയുന്നത് ഒരേ ഒരാളെ കുറിച്ചാ. അത് മുരുകവാനെ കുറിച്ചാണ്. അദ്ദേഹം സേനാപതിയായ കാരണം. ഈ 6 പടവീട് ശരിക്കും കുമാരി കാണ സമയത്ത് ലോകത്തിന്റെ 6 ഭാഗങ്ങളിലായിട്ട് ഇരുന്നതാ. ഈ 6 ആർമി ക്യാമ്പിൽ നിന്നാണ് ഭഗവാൻ ലോകത്തിനെ ഭരിച്ചിരുന്നത്. അതിൽ ഒരു സ്ഥലത്തിന്റെ പേര് വയ്യാപുരി എന്നാ. വയ്യാപുരി എന്ന് പറയുമ്പോൾ വയ്യ എന്ന് പറഞ്ഞ ലോകം, പുരി എന്ന് പറഞ്ഞ തലസ്ഥാനം, ലോകത്തിന്റെ തലസ്ഥാനം. അത് ഈ ഇത് കടലെടുത്ത് പോയപ്പോൾ അത് പിൻതലമുറക്കാര്, അവരെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാര് അവരുടെ ഓർമ്മയ്ക്കായിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടുവച്ച 6 പടവീടാണ് ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത്. അതിൽ പഴനിയിൽ വന്ന ആൾക്കാര് വയ്യാപുരി എന്നൊരു പേര് അവരുടെ ഓർമ്മയ്ക്ക് പഴനിക്ക് ഇട്ടിട്ടുണ്ട്. വയ്യാപുരി എന്നൊരു പേരുണ്ട്. അപ്പൊ ലോകത്തിലെ തലസ്ഥാനത്ത് പഴനി പോലത്തെ ഒരു സ്ഥലത്തിന് വരണമെങ്കിൽ ആ കണക്ഷൻ എനിക്കിടുകൊണ്ടാ, അവിടുന്ന് വന്ന ആൾക്കാർ ചെയ്തോണ്ടാ. അപ്പൊ ഈ മുരുകയുഗത്തിൽ ഈ 6 സ്ഥലങ്ങളിലേക്ക് ഇത് തിരിച്ചു പോണം. ഭാരതം പവർഫുൾ ആവുമ്പോ എനർജിയും ഭയങ്കര പവർഫുൾ ആവും. അപ്പൊ അതിന്റെ ഒരു വേലി വലുതാവും, അതിർത്തി വലുതാവും. അത് വലുതാവുമ്പോ ഇപ്പൊ നമുക്ക് ശങ്കരാചാര്യ ചരിത്രം പറയുമ്പോ അതിലൊരു രസമായിട്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ശങ്കരാചാര്യ 4 മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യ അദ്ദേഹത്തിന്റെ വരണ്ട കാലഘട്ടത്തിൽ ഹിന്ദുമതം ഇവിടെ നശിച്ചിരിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹം വന്ന ശേഷമാണ് അത് തിരിച്ച് കൊണ്ടുവന്നത്. അവസാനം അദ്ദേഹം 4 മഠങ്ങൾ സ്ഥാപിച്ചു. 4 മഠങ്ങൾ ഒന്ന് ശൃംഗേരിയിലാണ്, കർണാടക. ഒരെണ്ണം ഈ അറ്റത്താ, ഇന്ത്യയുടെ പുരിയിലാണ്. ഒരെണ്ണം ഈ അറ്റത്താ, ദ്വാരകയാണ്. ഒരെണ്ണം നേരെ ഹിമാലയത്തിൽ ജോഷിമഠാണ്, ബദ്രിനാഥ്. അപ്പൊ അദ്ദേഹത്തിന് അറിയായിരുന്നു, അദ്ദേഹത്തിന്റെ കാലശേഷം വിദേശ ശക്തികൾ ഇന്ത്യനെ ആക്രമിക്കും, വീണ്ടും ഇത് തകരാൻ പോണു, ഹിന്ദു മതം തകരാം. അങ്ങനെ തകരാൻ പാടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു വേലി കെട്ടിയതാണ്, ഒരു എനർജി ബെൽറ്റ് കെട്ടിയതാണ് ഈ 4 സ്ഥലം, ഈ 4 മഠങ്ങള്. ശ്രദ്ധിച്ചറിയാം, അതിനുശേഷം ഒരു 1000 വർഷക്കാലം വിദേശികളുടെ ആക്രമണങ്ങളും അതിന്റെ കീഴിലൊക്കെ ആയിട്ടും ഇതിന്റെ ഉള്ളിൽ ഹിന്ദുമതം തകർന്നില്ല. ഇതിന്റെ പുറത്തൊക്കെ തകർന്നു പോവുകയും ചെയ്തു. അപ്പോ ചില സമയത്ത് അത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടാവും. അതേപോലെ അതിന്റെ അപ്പുറത്തായിരുന്നല്ലേ കശ്മീരൊക്കെ? അതായത് ഹിമാലയത്തിന്റെ അപ്പുറത്ത് അതാണോ കശ്മീരിൽ നിന്ന് കശ്മീരി പണ്ഡിറ്റുകൾ കുടിയിറങ്ങേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്? അതായത് കാശ്മീർ അവിടെ തന്നെയാണ്, ആ ബോർഡറാണ് ഇത്. ജോഷിമഠ് എന്ന് പറയുമ്പോൾ നേരെ ഏറ്റവും വരും. അതിന്റെ അപ്പുറമുള്ള സ്ഥലങ്ങളൊക്കെ പോയി, നമ്മുടെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അതൊക്കെ പോയി. ഇപ്പുറത്തെ സൈഡ് പോയി, പുരിയുടെ അങ്ങനെ 4 സൈഡിലും നിൽക്കേണ്ടി ഇത് വന്നു. അപ്പോ അതിന്റെ ഉള്ളിൽ എത്ര ശ്രമിച്ചിട്ടും തകർന്നില്ല. ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങള് ബാക്കിയുള്ളവർ എത്ര ശ്രമിച്ചിട്ടും തകർക്കാനും പറ്റിയില്ല. അപ്പൊ ചില കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്തു പോകും. അപ്പൊ പക്ഷെ ഇപ്പൊ ഇതൊക്കെ ഭാരത പൗരാമ്പി വേലികൾ വലുതാവും. ഇപ്പൊ 6 പടവീട് കയറി പോവുക. അപ്പൊ ഈ 6 പടവീട് എവിടെയായിരുന്നു എന്ന് ഭഗവാന്റെ ഡയറക്ഷനിൽ എനിക്ക് 2018-19 കാലഘട്ടത്തിലാണ് കിട്ടണത്. അതിൽ ഒന്ന് നമ്മുടെ ആസ്ട്രേലിയയിലാണ്. ആസ്ട്രേലിയയിൽ ബ്ലൂ മൗണ്ടൻ. ഈ ആസ്ട്രേലിയ നോക്കുമ്പോ ഈ കുമാരികാണ്ഡത്തിലെ ലുമേറിയ എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നതിന്റെ പഠനത്തിൽ പറയുന്നുണ്ട് ആസ്ട്രേലിയയും ഇതിലൊരു ഭാഗമായിരുന്നു എന്ന്. നമ്മുടെ അവിടുത്തെ അബോർജിയൻസ് ഉള്ള ആൾക്കാരെ കുറിച്ച് പഠിക്കുമ്പോൾ തമിഴായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ പരമ്പട്ട എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് അവിടെ. അബോർജിയൻസിന്റെ വീടാണത്. തമിഴ് വാക്കായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പോ പിന്നെ അവര് ഭസ്മൊക്കെ നിക്കണതാ. അപ്പൊ ആ ഒരു കണക്ഷൻ അവിടെ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഉജ്ജയിനാണ്. ഉജ്ജയിൻ ഇന്ത്യയുടെ ശരിക്കും പവർഫുൾ ഒരു കേന്ദ്രമായിരുന്നു. നമ്മുടെ 0 ടൈം സോൺ പഴയ ഭാരതത്തില് ഉജ്ജയിനായിരുന്നു.
പിന്നെയാണ് ഇംഗ്ലീഷുകാർ വലുതായപ്പോ ഗ്രീനേജ് ടൈം ആയിട്ട് മാറ്റിയത്, സീറോ ടൈം. ഇപ്പൊ ഗ്രീനേജ് ടൈം ആണല്ലോ നമ്മൾ സീറോ എന്ന് വെക്കുന്നത്. അതിനു മുമ്പ് ഉം, ലോകം മുഴുവൻ ഉജ്ജയിൻ ടൈമിനെയാണ് സീറോ ടൈം ആയിട്ട് കാണുന്നത്. കാരണം വിക്രമാദിത്യൻ ഭരിച്ചിരുന്ന കാളിദാസന്റെ ഒക്കെ ആ ഒരു സമയത്തുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ പഞ്ചാംഗം ചെയ്യണത് ഉജ്ജയിൻ ടൈം വെച്ചിട്ടാ. നമ്മുടെ ഇന്ത്യ മുഴുവൻ ഒരു ടൈം സോൺ ആണെങ്കിലും ടൈം വ്യത്യാസമൊക്കെ ഉണ്ട്. ഇപ്പൊ കേരളത്തിലെ ടൈം ഉജ്ജയനായിട്ട് നോക്കുമ്പോൾ ഒരു 20 മിനിറ്റിന്റെ ഒക്കെ ഡിഫറൻസ് കാണിക്കാനുണ്ടാവും. പക്ഷെ നമ്മൾ പഞ്ചാംഗം റെഡിയാക്കുമ്പോൾ ഉജ്ജയിൻ ടൈം വെച്ചിട്ടാണ് പഞ്ചാംഗം ചെയ്യുന്നത്. അത് ശരിക്കും തിരിച്ചു വരണം. ഈ മുരുകയുഗത്തിൽ ഉജ്ജയിൻ സീറോ ടൈം ആവും. ലോകം ഉം, ഉം, അംഗീകരിക്കേണ്ടി വരും. അത് പിന്നെ ഒരെണ്ണമുള്ളത് റീയൂണിയൻ ഐലൻഡാ, ഇപ്പുറത്തെ സൈഡ് മഡഗാസ്കർ, ആഫ്രിക്കൻ ഉം, സൈഡ്. ഉം, അപ്പൊ ഈ മൂന്നെണ്ണം എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആക്ടിവേറ്റ് ആവാൻ പോവാണ് ആ കാലത്ത്. ഉം, മുരുകയുഗത്തില് ഈ എനർജി പോയിന്റുകൾ ആറുവടവിടെ ആക്ടിവേറ്റ് ആവുമ്പോൾ ലോകത്ത് ജിയോ പൊളിറ്റിക്സിൽ ചേഞ്ചസ് വരും. ഭാരതം പവർഫുള്ളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങുന്നത് 2018. 2020 തൊട്ടാണ് അത് മുരുകയുഗം ആരംഭിക്കുന്നത്. അതിനുശേഷം ഉണ്ടായ വ്യത്യാസങ്ങൾ നമുക്കറിയാം. ലോകത്ത് ഭാരതത്തിന് ആ ഉം, ഉം, പവർ ഉം, കയറി വന്നത്. ഇപ്പൊ 4ാമത്തെ പടവീടാണ് തായ്വാൻ. ഉം. തായ്വാൻ ഇത് ആക്ടിവേറ്റ് ആവാൻ പോവാണ് ഭഗവാന്റെ അനുഗ്രഹത്തില്. അപ്പൊ ഈ ജിയോ പൊളിറ്റിക്സിൽ ഇനി ഉണ്ടാവുന്ന കാര്യങ്ങള് അനുഭവിച്ചറിയേണ്ടി വരും. അത്രയും പവർഫുൾ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്നെ തായ്വാനിലേക്ക് അയച്ചതിന് ഒരു അല്ല, കാര്യം. താങ്കൾ തായ്വാനിലേക്ക് പോയ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. തായ്വാനിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ബിജുചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിജുചേട്ടനെ, ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ബിജുചേട്ടനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ബിജുചേട്ടൻ ഒരു കാര്യം താങ്കളോട് പറഞ്ഞായിട്ട് എന്നോട് സൂചിപ്പിച്ചു. അവിടെ ഇപ്പോൾ ഒരു ചൈന അധിനിവേശം നടത്താൻ പോവുകയാണ്, വലിയൊരു യുദ്ധം തായ്വാനിലേക്ക് വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം തായ്വാൻ എന്ന് പറയുന്നത് ചൈനയിൽ നിന്നും പിളർന്നു പോയ ഒരു പ്രവിശ്യയാണ്. ഇന്ത്യ തായ്വാനെ ഒരു രാജ്യമായി അംഗീകരിച്ചിട്ടില്ല. ചൈന, അമേരിക്ക അടക്കമുള്ള ചുരുക്കം ചില രാജ്യങ്ങളാണ് തായ്വാനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ ഒരു പ്രവിശ്യയാണ്. പക്ഷേ ഇന്ത്യ തായ്വാനുമായിട്ട് കച്ചവടങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ചൈനയ്ക്ക് അതിൽ എതിർപ്പില്ല. അപ്പൊ ചൈന തായ്വാനിൽ ഒരു വലിയ അധിനിവേശം ഏത് നിമിഷവും ഉണ്ടാകാം, വലിയൊരു കോൺഫ്ലിക്റ്റ് തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാം എന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ വാർത്തകൾ കൊടുക്കാറുണ്ട്. അതായത് തായ്വാൻ യുദ്ധം, തായ്വാന്റെ വ്യോമാതിർത്തി ലംഘിച്ച് ചൈനീസ് വിമാനങ്ങളും ചൈനയുടെ ഈ സമുദ്രാതിർത്തി ലംഘിച്ച് ചൈനയുടെ പല വെസലുകളും അകത്തേക്ക് കയറി വരാറുണ്ട്. അപ്പോൾ തായ്വാന് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ അമേരിക്ക കൊടുക്കും എന്ന് പറയുന്നു. അമേരിക്ക തായ്വാനും മൊത്തത്തിലൊരു പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ചൈനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ചൈന അമേരിക്കയ്ക്ക് നേരെ ചൈനയുടെ 4 ആണവ പോർമുനകൾ തിരിച്ചു വയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോ അമേരിക്ക ഒന്ന് ഭയന്നു. എന്നിട്ട് പറഞ്ഞു, തായ്വാനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർത്തതിന് ശേഷം ട്രംപ് വന്ന് ചൈനയുടെ ഭരണാധികാരിയായിട്ടുള്ള ഷീ ജിങ് പിങ്ങിന് കൈ കൊടുത്ത് കഴിഞ്ഞ ശേഷം സംഭവിച്ചത്, എല്ലാം സുഗമമായി തീർന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ട്രംപ് അമേരിക്കയിൽ പോയി ഒരു പ്രസ്താവന നടത്തി. ഞാൻ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് തായ്വാനെ ആക്രമിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ട്രംപ് പറയുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ചൈനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അവിടെയും ഒരു ധ്വനിയുള്ളത്, തായ്വാനെ ചൈനയ്ക്ക് ആക്രമിക്കാം, പക്ഷേ ഞാൻ ഇരിക്കുന്ന സമയത്ത് വേണ്ട എന്നുള്ളതാണ് അമേരിക്കയുടെ നിലവിലത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ തായ്വാനിലേക്ക് ഒരു ആക്രമണം വരാൻ പോകുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. തായ്വാനിലേക്ക് ഒരു ആക്രമണം വരുമ്പോൾ താങ്കൾ പറഞ്ഞത് വെച്ച് ഞാൻ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇന്ത്യ ഇടപെടാനുള്ള ഒരു സാധ്യതയുണ്ടോ? സ്വാഭാവികമായിട്ടും തായ്വാൻ ആറുപട വീടിൽ ഒരു ഭാഗമാണെന്ന് പറയുമ്പോൾ ഇന്ത്യ അതിനകത്ത് ഇടപെടാൻ ഒരു സാധ്യതയുണ്ടോ? നമ്മളും ചൈനയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും പോകുന്നത്? അത് വഷളാകുമോ, അല്ലെങ്കിൽ അത് കൂടുതൽ ഊർജ്ജസ്വലമാകുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് തായ്വാനും ചൈനയും തായ്വാനും നമ്മൾ വളരെ അടുത്താണ്. കടലെടുക്ക് എനിക്ക് 20 കിലോമീറ്റർ, അതെ, 20 അതെ, കിലോമീറ്റർ ആണ്. ഒക്കെ വളരെ അടുത്താണ്. തായ്വാന്റെ വിസയിൽ റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉം, ഉം, ഉം. തായ്വാന്റെ വിസയിൽ. മറ്റേ അതെ. ചൈനയുടെ വിസയിൽ എനിക്ക് പറഞ്ഞത് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന. അപ്പോ ചൈനയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു മാവോസത്തിന്റെ കാലത്ത്. ഞാൻ മനസ്സിലാക്കി മാവോസത്തിന്റെ കാലത്താണ് അന്ന് ഒളിച്ചോടി പോയ ആൾക്കാരാണ് ഉം. ഇവിടെ ആണാണ്. ഇവിടെ ഭരണം പിടിക്കലൊക്കെ ഉണ്ടായിരിക്കണത്. പക്ഷെ ആണ്. അതിന് മുമ്പുള്ള ഒരു ചരിത്രത്തില് ചൈനയും ഉം. തായ്വാനും ഒരേ സംസ്കാരമുള്ള രാജ്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോഴും സംസാരിക്കണ പോലെ ഭോഗനാഥ സിദ്ധര്, കാലികനാഥ സിദ്ധരെ പോലെയുള്ള സിദ്ധന്മാർ ചൈനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇവിടെയും തീർച്ചയായും അറുപട വീടാണെങ്കിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു എനർജി ഉം. ഫീൽഡ് ഒന്നാണ്. അപ്പൊ ഈ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് എന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഈ അടുത്ത കാലത്തൊക്കെ ഇന്ത്യ, ചൈന, റഷ്യ എന്നൊരു പുതിയ ലോകക്രമം ഉണ്ടാക്കുന്നതിന്റെ ഒരു ഒരു മൂവ്മെന്റ് നടക്കുന്നതിന്റെ ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്ന കാര്യം 1 കൊല്ലം മുമ്പ് നമ്മൾ തുടങ്ങിയതാണ്. കാരണം ഉം. ഉം. പടിഞ്ഞാറിനെ തള്ളി ഒരു പുതിയ ലോകക്രമം ഏഷ്യൻ സൈഡിൽ ഉദിച്ചു വരണം. പടിഞ്ഞാറെ തള്ളി വെച്ചാൽ അമേരിക്ക യൂറോപ്പിനെ തള്ളിയിട്ട് വേണം ഇന്ത്യക്ക് ഉയർന്നു വരാൻ. അതിന് ഏറ്റവും ബെസ്റ്റ് ഇപ്പോഴത്തെ വഴി ഇന്ത്യ, ചൈന, റഷ്യ എന്നുള്ള ഒരു പുതിയ സഖ്യം ലോകത്ത് രൂപപ്പെടുകയാണ്. എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ലോകത്ത് 1-ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ എപ്പോഴും അമേരിക്കയുടെ കീഴിൽ നിൽക്കേണ്ടി വരും. ഇത് മാറേണ്ട ടൈമായി. ആ മാറേണ്ട ടൈമിന് വേണ്ട കാര്യങ്ങളാണ് ഭഗവാൻ ഈ മുരുകയുഗത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. ആരും ഇന്ത്യ, ചൈന, റഷ്യയെ കുറിച്ച് സംസാരിക്കാത്ത സമയത്താണ് നമ്മൾ അത് സംസാരിച്ച് തുടങ്ങിയത്. ഇത് ഇങ്ങനെ നടക്കും, പുതിയ ലോകം ഉയർന്നു വരും. അതിന് വേണ്ട കാര്യങ്ങളാണ് കുറെ കാലത്തേക്ക് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തൊക്കെ എന്റെ യാത്രകളൊക്കെ ചൈനീസ് ബോർഡറിലേക്കായിരുന്നു. എന്റെ ഓരോ പറന്ന ഈ അടുത്ത് തന്നെ അരുണാചൽ പ്രദേശിലേക്ക് അയച്ചു, ചൈനീസ് ബോർഡറിൽ. അതിന് തൊട്ട് മുമ്പ് ഹിമാചൽ പ്രദേശിൽ മറ്റേ ധർമ്മശാലയിലേക്ക് അയച്ചു. പിന്നെ ഒരെണ്ണം സ്പിറ്റി വാലിയിൽ അയച്ചു. പിന്നെ സിക്കിമില് ബോർഡറിലേക്ക് അയച്ചു. ഇപ്പൊ വീണ്ടും തായ്വാൻ ബോർഡർ, ചൈനീസ് ബോർഡറിലേക്ക് അയച്ചു. അപ്പൊ ഈ അയക്കണതിന്റെ ഒക്കെ ലക്ഷ്യം ആ ഒരു എനർജി ഫീൽഡ് ഒരു കാലത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കൊടുക്കൽ വാങ്ങൽ ഉണ്ടായ പോലെ ഒരു നല്ലൊരു ബന്ധം ഉണ്ടായി പുതിയ ലോകം ഉയർന്നു വരാനാണ്. അപ്പൊ ഇവിടെ ഞാൻ വിചാരിക്കുന്ന ഒരിക്കലും ചൈനീസ് ഇതിനെതിരായിട്ട് ഇന്ത്യ പ്രവർത്തിക്കില്ല. അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ഊഷ്മളമായ ഉം. കാര്യങ്ങളിലേക്ക് മാറുകയാണ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാനത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും എഗ്നിസ്റ്റ് ആവില്ല ഈ ഒരു വിഷയത്തിൽ. ഉം. കൂടുതൽ സ്ട്രോങ് ആക്കാവുന്ന കാര്യങ്ങളാവും അതിൽ നടക്കുക. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഈ രീതിയിൽ. അപ്പൊ തായ്വാൻ പിന്നെ എന്ത് ഒരു രീതിയിൽ പരിണമിക്കും? ഇന്ത്യയെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താനുള്ള ഒരു ഒരു പ്രദേശമായിട്ട് തായ്വാൻ പിന്നീട് പരിണമിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉം. അങ്ങനെ പല രീതിയിൽ, ഇന്ന രീതിയിലാവണമെന്ന് എനിക്കറിയില്ല. പക്ഷെ പല ഉം. രീതിയിൽ ഇപ്പൊ തായ്വാൻ ചെയ്യണ പല കാര്യങ്ങളും നമ്മൾ ചില ബിസിനസ്സുകൾ നമ്മൾ ചെയ്തു തുടങ്ങാം. കണ്ടക്ടറൊക്കെ എല്ലാവരും ഉം. ഉണ്ടാക്കണം. നമ്മൾ ആ മേഖലയിലേക്ക് അതെ. കടന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ. അതൊക്കെ കൂടുതൽ ഇന്ത്യൻ വ്യവസായങ്ങളെ സംതൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ നടക്കും. അപ്പൊ ആ രീതിയിലേക്ക് ഇത് മാറും എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒരു അറുവട എനർജി ഓപ്പൺ ആവുമ്പോൾ, അതും ഇന്ത്യ പസഫിക് സൈഡ്, ഏഷ്യ പസഫിക് ഉം. സൈഡാണല്ലോ ആ ഏരിയ. ഈ ഏഷ്യ പസഫിക് സൈഡിൽ വളരെ പ്രത്യേകതയുണ്ട്. കാരണം മുരുകനെ കുറിച്ച് എപ്പോഴും പറയണത് ഈസ്റ്റ് ഏഷ്യയിലെ രാജാവ് എന്നാ. അത് ഉം. കുമാരിഖണ്ഡത്തിലെ മെയിൻ ഏരിയ ആയതുകൊണ്ട് ഇന്ത്യ പസഫിക് സമയത്ത്. ഇതിൽ വേറൊരു കാര്യം ഉണ്ടുള്ളത്, നമ്മള് ബുദ്ധഭഗവാൻ സഞ്ചരിച്ച വഴിയും അതാ. ഈ വഴി കൂടി, ഈ വഴിയിലാണ് ഫുള്ള് കയറിയിട്ടുള്ളത്. ഉം. ഈ ഒരു ഉം. കാര്യം ഉം. കൂടി ശ്രദ്ധിച്ചറിയാം, സുഭാഷ് ചന്ദ്രബോസ് സഞ്ചരിച്ച വഴിയും ഇതാ. അത് ശരി. അപ്പൊ ഇതൊക്കെ ഒരു കണക്ഷനാണ്. ആ കണക്ഷന്റെ അടുത്ത കണക്ഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിന് പൂർണ്ണ രൂപത്തിൽ ഇവിടെ ഒരു പവർഫുൾ ഒരു ഏരിയ രൂപപ്പെട്ട് വരുമ്പോൾ ഉം. ഇത്തരം ഉം. ചില ഉം. സംഭവങ്ങൾ നടക്കും. അത് ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരും. അതുകൊണ്ടാണ് കഴിഞ്ഞ യാഗത്തിൽ നമുക്ക് ബോർഡ് ഡയറക്ഷനിൽ സുഭാഷ് ചന്ദ്രബോസിന് നമ്മൾ ഈ യാഗം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ യാഗത്തില് അംബേദ്കർക്കാണ് ചെയ്തത്, ബുദ്ധഭഗവാന്റെ ഇതില്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഏരിയയെ പവർഫുൾ ആക്കാനും അതുവഴി ഇന്ത്യ ലോകത്തെ ഒന്നാമതാക്കുക എന്ന ഭഗവാന്റെ മുരുകയോഗത്തിലെ തീരുമാനമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.